ഇതാണ് ഹൈ സ്പീഡ് മോട്ടോറിൻ്റെ കോയിൽ. ഇതിൻ്റെ ഉള്ളിലെ കോയിൽ കട്ടായിപ്പോയത് കാരണം റീവൈൻഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് മോട്ടോറിലേക്ക് ഫാനിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ 6 വയറുകളാണ് ഉള്ളത്. ഈ 6 വയറുകളിൽ നിന്ന് ഏതാണ് കപ്പാസിറ്ററിലേക്ക് പോകേണ്ടത്, അതുപോലെ തന്നെ ന്യൂട്രൽ വയർ ഏതാണ്, അതുപോലെ തന്നെ സ്വിച്ചിലേക്ക് 1, 2, 3 സ്പീഡ് സ്വിച്ചിലേക്ക് പോകേണ്ട വയർ ഏതാണ്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യമായി നമുക്ക് ഇത് മൾട്ടിമീറ്റർ വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് റെസിസ്റ്റൻസ് വാല്യൂ അളക്കുന്ന 2000-ൽ ഇടുക. അതിനുശേഷം ഈ ഓരോ വയറിൻ്റെയും പ്രത്യേകമായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ആദ്യമായി ഈ ബ്ലാക്ക് വയറും അതുപോലെ തന്നെ ഈ ബ്ലൂ വയറും തമ്മിൽ എത്ര ഓംസാണ് കിട്ടുന്നത് നോക്കാം. 319, 318 ആ റേഞ്ചിലാണ് കിട്ടുന്നത്. ബ്ലാക്ക് ബ്ലൂ ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. അത് 318 ഓംസാണ് കിട്ടുന്നത്. ഇവിടെ മൾട്ടിമീറ്ററിലെ റീഡിങ് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ബ്ലാക്ക് വയറും ഇതിലുള്ള വൈറ്റ് വയറും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ 244 കിട്ടുന്നത്, ബ്ലാക്ക് വൈറ്റ്. റീഡിംഗ് ഉണ്ട്. 244 ബ്ലാക്കും വൈറ്റും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ബ്ലാക്കും റെഡും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കാം. 212 ഇവിടെ കിട്ടുന്നത്. ഇവിടെയും 212 കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് വരുന്ന 2 പച്ച വയർ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. $520, $519, $518 അങ്ങനെ ഏതെങ്കിലും ഒരു റീഡിംഗ് ആണ് കിട്ടുക. അതായത് മാക്സിമം ഒരു 520 ഇവിടെ കിട്ടുന്നത്.
അപ്പോൾ ഇവിടെ ഏറ്റവും ഓംസ് കൂടിയത് ഇതാണ് സ്റ്റാർട്ടിങ് റണ്ണിങ് വയർ. ഒരു ഫാനിന് സ്റ്റാർട്ടിങ് വയർ, റണ്ണിങ് വയർ, അതുപോലെ തന്നെ കോമൺ വയർ, അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ് റണ്ണിങ് വയർ. ഇതിലേക്കാണ് നമ്മുടെ കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് ഈ പുതിയത് വാങ്ങിയതാണ്. ഈ കപ്പാസിറ്ററിൻ്റെ 3.5 മൈക്രോഫാരഡാണ് ഇതിൻ്റെ വാല്യൂ. 3.5. സാധാരണഗതിയിലുള്ള ടേബിൾ ഫാനിനോ അല്ലെങ്കിൽ വാൾ ഫാനിനൊക്കെ 2.5 മതിയാവും. എന്നാൽ ഇതിന് 3.5 ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പകരം പുതിയത് വാങ്ങിയതാണ്. ഇതിലേക്കാണ് ഈ 2 പച്ച വയർ കൊടുക്കേണ്ടത്. കാരണം ഇത് ആണ്, ഒന്ന് സ്റ്റാർട്ടിംഗ് ആണ്, ഒന്ന് റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ സ്റ്റാർട്ടിങ് ഏത് റണ്ണിങ് ഏത് എന്ന് പ്രത്യേകം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് ഈ ബ്ലാക്ക് വയറിൽ വെച്ചതിന് ശേഷം പച്ച വയർ ഒന്നിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ 520 കിട്ടുന്നുണ്ട്. ഒന്നിലേക്ക് കൊടുക്കുമ്പോൾ 0 വാല്യൂ ആണ്. 0 വാല്യൂ ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇത് റണ്ണിങ് വയറും ഇത് സ്റ്റാർട്ടിങ് വയറും. അതായത് ഗ്രീൻ പ്ലസ് ഗ്രീൻ, ഈ 2 ഗ്രീൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് 518 ഓംസാണ് കിട്ടുന്നത്. ഇനി നമുക്ക് മുകളിൽ നിന്ന് നോക്കാം. ബ്ലാക്ക് ബ്ലൂ 318 ഓംസ്, ബ്ലാക്ക് വൈറ്റ് 244 ഓംസ്, ബ്ലാക്ക് റെഡ് 212 ഓംസ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് ഓംസിലാണ്, ഇതിൻ്റെ വാല്യൂ ഓംസിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ 318 ഓംസ്. ഈ 318 ഓംസിൽ ഒരു വയർ കണക്ട് ചെയ്താൽ അതിൽ കൂടി ലോ സ്പീഡിൽ മാത്രമേ ഫാൻ കറങ്ങുകയുള്ളൂ. അതായത് ഓംസ് വാല്യൂ കൂടുമ്പോൾ കറണ്ട് കുറച്ച് മാത്രമേ ലോ ഇലക്ട്രിസിറ്റി മാത്രമേ ഇതിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ലോ സ്പീഡിലായി കണക്കാക്കുന്നത്. പിന്നീടുള്ളത് ബ്ലാക്ക് വൈറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് 244 കിട്ടുന്നുണ്ട്. അപ്പം അതിനേക്കാൾ കുറവ് ഉള്ളത് വയറുകൾ ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് മീഡിയം സ്പീഡായി എടുക്കാം. 212 ബ്ലാക്കും റെഡും തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ 212 കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ഹൈ സ്പീഡായി എടുക്കാം. അതായത് ഏറ്റവും കുറവ് ഓംസ് കാണിച്ചത് ഹൈ സ്പീഡും, പിന്നെ അതിൻ്റെ കുറച്ച് മുകളിലുള്ളത് 244 മീഡിയം സ്പീഡും, അതിൻ്റെ മുകളിലുള്ളത് ഏറ്റവും കൂടുതലുള്ളത് ലോ സ്പീഡുമാണ്. അതായത് ഓംസ് കൂടുമ്പോൾ ലോ സ്പീഡ്, പിന്നീട് കുറച്ച് ഓംസ് കുറയുന്ന സമയത്ത് അത് മീഡിയം സ്പീഡ്, അതിലും കുറവ് ഓംസ് കിട്ടുമ്പോൾ അത് ഹൈ സ്പീഡ്. ഇവിടെ ഒരു ലോ ഉണ്ട്. ഓംസ്
കുറയുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള മോട്ടോറായാലും ബൾബായാലും ഹൈ ബ്രൈറ്റായിട്ട് കത്തും. ഓംസ് അതിനേക്കാൾ കുറച്ചുകൂടി അധികരിച്ച് വരുമ്പോൾ അത് മീഡിയത്തിൽ കത്തും. ഫുൾ സ്പീഡിൽ ഫാൻ കറങ്ങുകയില്ല, അല്ലെങ്കിൽ ഫുൾ ബ്രൈറ്റായിട്ട് ബൾബ് കത്തുകയില്ല. അതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് 244 ഓംസാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അതേക്കാൾ കൂടുതൽ കിട്ടിയത് 318. ബ്ലാക്കും ബ്ലൂവും തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ 318 അത് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഓംസ് വന്നത് ലോ സ്പീഡും അതിൻ്റെ മീഡിയം ഓംസ് വന്നത് മീഡിയം സ്പീഡും, ഏറ്റവും ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് ഹൈ സ്പീഡുമാണ്. അപ്പോൾ നമ്മൾ 1 2 3 സ്വിച്ചുമായി ഫാനിൻ്റെ 1 2 3 സ്വിച്ചുമായി ഘടിപ്പിക്കുന്ന സമയത്ത് ഒന്നാമത്തെ സ്വിച്ചിൽ ലോ സ്പീഡ്, രണ്ടാമത്തത് മീഡിയം, മൂന്നാമത്തത് ഹൈ. ആ രീതിയിലാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ റെഡ്, വൈറ്റ്, പിന്നീട് ബ്ലൂ. ഇത് മൂന്നും സ്വിച്ചിലേക്ക് പോകേണ്ടതാണ്. ഇതിനെ നമുക്ക് മാറ്റി നിർത്താം. ഇത് ന്യൂട്രൽ വയറാണ്. ഇത് രണ്ടും സ്റ്റാർട്ടിങ്, റണ്ണിങ്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്ററിലേക്ക് പോകേണ്ടത് ഈ 2 വയർ. ഇത് ലൈനിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ലൈനിൽ കൊടുക്കേണ്ടതാണ്. ഇതാണ് നെഗറ്റീവ്. ചില ഫാനുകളിൽ 3 3 6 അതിന് പകരം 5 വയർ മാത്രമേ കാണുകയുള്ളൂ. ഒട്ടുമുക്കാൽ ഫാനുകളിൽ 5 വയറാണ് കാണുക. ഇത് കുറച്ചുകൂടി ഹൈ സ്പീഡ് ആയതുകൊണ്ട് അത് പ്രത്യേകിച്ചിട്ട് എടുത്താണ്. അത് 6 ആയാലും 5 ആയാലും കുഴപ്പമില്ല. അത് 6 ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂട്രൽ വയറും ഇതിലേക്ക് വരുന്ന കപ്പാസിറ്ററിലേക്ക് വരുന്ന ഈ വയറും തമ്മിൽ ഉള്ളിൽ വെച്ച് തന്നെ ജോയിൻ്റ് അടിച്ച് അതിൽ നിന്ന് ഒറ്റ വയർ പുറത്തേക്ക് വരും. അത് വൈൻഡ് ചെയ്യുന്നവർ ചെയ്യുന്നതാണ്. അത് വൈൻഡിങ് അത് ഓരോരോ മോട്ടറിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് 2 വയറുടെ കാണുന്നത് സാധാരണഗതിയിൽ ഇത് രണ്ടും കൂടി ഉള്ളിൽ നിന്ന് തന്നെ ജോയിൻ്റ് അടിച്ച് ഒറ്റ വയറായി പുറത്തേക്ക് വരും. അപ്പോൾ 1 3 4 1 5. ഇവിടെ ജോയിൻ്റ് അടിക്കാതെ രണ്ടും പുറത്ത് കൊണ്ട് നിൽക്കും. ഇത് 6 വയർ കണക്ഷനാണ്. 5 വയറും 6 വയറും എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതാണ് കാര്യം. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് 2 തമ്മിൽ ജോയിൻ്റ് അടിച്ചുകൊണ്ട് ഇവിടെ ഈ വൈൻഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് 2 കൂടി ജോയിൻ്റ് അടിക്കും. എന്നിട്ട് ഒറ്റ വയർ പുറത്തേക്ക് വരും. അതിൽ കുഴപ്പമില്ല. ഇത് ആ ഫാനിൻ്റെ പ്രത്യേകതക്കനുസരിച്ച് അങ്ങനെ 6 വയർ ഇട്ടതാണ്. അപ്പോൾ ഫാനിൻ്റെ വയർ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്ന വിധമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വിശദീകരിച്ചത്. ഇനി നമുക്ക് ഇതൊരു സീരീസ് ലാമ്പ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
സീരീസ് ലാമ്പിൻ്റെ രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് വയറാണിത്. നമുക്കിവിടെ ഇത് ന്യൂട്രുമായിട്ട് മോട്ടോറിൻ്റെ ന്യൂട്രൽ വയറുമായി ബന്ധിപ്പിക്കാം. ഇതിൽ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല, അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ 1 2 3 സ്വിച്ചിലേക്ക് പോകുന്ന കാര്യം ആദ്യം നോക്കാം. ഇത് ലൈൻ വയറാണ്. ഇപ്പോൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രൽ മോട്ടോറിൽ ന്യൂട്രലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ലോ സ്പീഡിൽ കണ്ട ബ്ലാക്കും ബ്ലൂവും തമ്മിലൊന്ന് ബന്ധിപ്പിച്ച് നോക്കാം. ലൈറ്റ് പകുതി മാത്രമേ കത്തുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഇത് ലോ സ്പീഡാണ്. പിന്നെ ബ്ലാക്കും വൈറ്റും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മീഡിയം സ്പീഡ്. ഇനി നമ്മൾ റെഡ് വയറുമായി ബന്ധിപ്പിക്കുമ്പോൾ നല്ല പ്രകാശം കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൂ നോക്കുമ്പോൾ വെറും ഫിലമെൻ്റ് മാത്രം കാണുന്നുണ്ട്. ഫിലമെൻ്റ് കുറച്ച് ലൈറ്റുണ്ട്. അത് ലോ സ്പീഡ്. കുറച്ചുകൂടി അധികം കത്തുന്നതുകൊണ്ട് ഇത് മീഡിയം സ്പീഡ്. നന്നായി കത്തുമ്പോൾ ഇത് ഹൈ സ്പീഡ്. അപ്പോൾ മോട്ടോറിൻ്റെ ഒന്നാമത്തെ സ്വിച്ചിൽ ഇത് കൊടുക്കണം, ബ്ലൂ വയർ. രണ്ടാമത്തെ സ്വിച്ചിൽ വൈറ്റ് കൊടുക്കുക. ഹൈ സ്പീഡ് കറങ്ങേണ്ട മൂന്നാമത്തെ ഇതിലേക്ക് ഇത് കൊടുക്കുക, റെഡ് കൊടുക്കുക. അപ്പോൾ ലോ, മീഡിയം, ഹൈ, ലോ, മീഡിയം, ഹൈ. അപ്പോൾ നമ്മൾ 1 2 3 സ്വിച്ചിൻ്റെ കാര്യം ലോ, മീഡിയം, ഹൈ. ഇതാണ് 1 2 3 സ്വിച്ചിലേക്ക് പോകേണ്ടത്. ഇനിയുള്ളത് നമുക്കൊന്ന്
ഇനിയുള്ളത് ഈ 2 പച്ച വയറാണ്. രണ്ട് പച്ച വയറിൽ ഒന്നിൽ നല്ല ബ്രൈറ്റായിട്ട് കത്തുന്നുണ്ട്, മറ്റേതിൽ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് റണ്ണിങ് വയർ, അത് റണ്ണിങ് വയർ, മറ്റേത് സ്റ്റാർട്ടിങ് വയർ. സ്റ്റാർട്ടിങ് വയർ. ഇനി നമുക്ക് 2 പച്ച വയറുകൾ മാത്രം കണക്ട് ചെയ്യുമ്പോൾ ഇതാണ്, വെറും ഫിലമെൻ്റ് മാത്രം അങ്ങനെ കത്തുന്നുള്ളൂ. ബ്രൈറ്റ്നസ് നന്നാക്കണം. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർട്ടിങ് വയറെന്നും റണ്ണിങ് വയറെന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ വൈദ്യുതി ഡയറക്റ്റായിട്ട് പ്രവഹിപ്പിച്ച് കഴിഞ്ഞാൽ മോട്ടോർ പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ ബൾബ് ലൈറ്റായിട്ട് കത്തുവരും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ അതിൽ കറണ്ട് കൊടുക്കലോടുകൂടി വൈദ്യുതി അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. 240 ലൈന് കൊടുക്കുന്ന സമയത്ത് അതിൽ വൈദ്യുതി സ്റ്റോർ ചെയ്ത് വെക്കുകയും അത് മോട്ടോറിലേക്ക് കൊടുക്കുകയും, അപ്പോൾ നല്ല ഹൈ പവർ വോൾട്ടേജ് വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മോട്ടോർ സ്റ്റാർട്ടാവുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് വേണ്ട. ഇതിലേക്ക് നമ്മൾ സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ല കപ്പാസിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വൈദ്യുതി ആ സ്റ്റോർ ചെയ്ത് വെച്ച കപ്പാസിറ്ററിൽ നിന്ന് ഈ കോയിലിലേക്ക് വൈദ്യുതി തള്ളിക്കയറുകയും നമ്മുടെ ഫാൻ കറങ്ങുകയും ചെയ്യുന്നു. കപ്പാസിറ്റർ വെച്ചിട്ടില്ലെങ്കിൽ ഈ ലോ വോൾട്ടേജ് ആയിരിക്കും നമ്മളെ ഫാനിലേക്ക് പോവുക, അപ്പോൾ ഫാന് കറങ്ങുകയില്ല. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ വെക്കേണ്ടത് ഈ 2 വയറിലാണ്. അപ്പോൾ ഇതിൽ ഒന്നിൽ വെക്കുമ്പോൾ നന്ന കുറഞ്ഞതും, ന്യൂട്രുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഒന്നിൽ ലോ ലെവലിലാണുള്ളത്, ഇതിൽ ഫുൾ ബ്രൈറ്റ്നസ്. അപ്പോൾ ഇത് റണ്ണിങ് വയർ, ഇത് സ്റ്റാർട്ടിങ് വയർ. ഇങ്ങനെയാണ് നമ്മുടെ ഫാനിലുള്ള വയറിനെ വേർതിരിച്ച് അറിയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഫാനിൻ്റെ ബോഡിയിലേക്ക് വെച്ച് അതൊക്കെ ടൈറ്റ് ചെയ്ത് ഫാനിൻ്റെ സ്വിച്ചുമായി അതുപോലെ ലൈനുമായിട്ടൊക്കെ കണക്ഷൻ കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഫാനിൻ്റെ വയറുകളെ പ്രത്യേകം തരംതിരിക്കുന്നത്.
ഇപ്പോൾ നമുക്ക് 6 വയറുള്ളതിൽ 3 വയർ ഞാനിവിടെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. ഇതാണ് ലോ സ്പീഡ്, മീഡിയം സ്പീഡ്, ഹൈ സ്പീഡ്. അതായത് റൊട്ടേഷൻ സ്വിച്ച് ഒന്നിലേക്ക് ഇടുന്ന സമയത്ത് മീഡിയം സ്പീഡ്, മീഡിയം അല്ല ലോ സ്പീഡ്. വൈറ്റിലേക്ക് രണ്ടാമത്തെ ആ പോയിൻറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ അടിക്കുന്ന സമയത്ത്, സ്വിച്ച് അടിക്കുന്ന സമയത്ത് അത് മീഡിയം സ്പീഡായിട്ട് കറങ്ങും. മൂന്നാമത്തെ അടിക്കുന്ന സമയത്ത് അതിലാണ് ഈ റെഡ് ഉണ്ടാവുക, അത് ഹൈ സ്പീഡിൽ കറങ്ങും. ഇപ്പോൾ ലോ സ്പീഡ്, മീഡിയം സ്പീഡ്, ഹൈ സ്പീഡ് ഇതങ്ങനെ വേർതിരിച്ച് വെച്ചാൽ പിന്നെ വരുന്നത് കപ്പാസിറ്ററാണ്. കപ്പാസിറ്ററിലേക്ക് റണ്ണിങ് സ്റ്റാർട്ടിങ് വയർ കൊടുക്കുക. ഇത് ലൈനിൽ നിന്നുള്ള ന്യൂട്രൽ വയർ. ഇനി ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. നെക്സ്റ്റ് വീഡിയോ തന്നെ ഇട്ട് തരാം. ഈ വീഡിയോ കണ്ട മുഴുവൻ സുഹൃത്തുക്കൾക്കും റെയിൻബോ ടെക് മലയാളം ചാനലിൻ്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തും.